അമ്മേ, ഇത് ശിവപ്രഭാകരത്തെ യോഗീശ്വരൻ സ്ഥാപിച്ച മേരുചക്രമല്ലേ അമ്മേ? ഇത് ഇറക്കിപ്പൂജ തുടങ്ങിയോ അമ്മേ? അതെ അതെ, ഇത് ഭഗവാനിവിടെ സ്ഥാപിച്ചിട്ട് പോയ മേരിചക്രമാണ്. ഇറക്കിപ്പൂജ തുടങ്ങുന്ന വെച്ചാൽ ഈ 9 ദിവസം പൂജ കൊടുക്കണം. അല്ലാത്തപ്പോൾ നമുക്ക് ഒരു ശ്രീകോവിലിനകത്ത് അതിനകത്ത് തന്നെ വെച്ചിട്ട് അത്യാവശ്യം പൂജയുള്ളൂ. ഇത് നിത്യത്തോടുകൂടിയും ദേവി ജഗദംബികയുടെ യന്ത്രമല്ലേ, സർവ്വയന്ത്രങ്ങളുടെയും രാജയന്ത്രമാണ് ശ്രീചക്രം എന്ന് പറയുന്നത്. അത് വലിയ മേരുമല്ല. ദേവിടെ വെച്ചിട്ട് പോയി അതിൻ്റെ ചെറിയ വിധികളും പറഞ്ഞു തന്നിട്ടുണ്ട്, ശ്രീവിദ്യയും തന്നിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ട ലഘുവായ രീതിയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ 9 ദിവസം സർവ്വ അഭീഷ്ടദായകമാണത്. ആയുസ്, ആരോഗ്യം, ധനം, ധാന്യം, സന്തതി, രാജ്യസുരക്ഷ അതുവരെ ഉണ്ട്. ശത്രുസംഹാരങ്ങൾ, ശത്രുത ഉണ്ടാകത്തില്ല. ശത്രുക്കൾ വന്നാലും നമുക്കൊരു മേരിചക്രം ഇരിക്കുന്നിടത്ത് രാജ്യത്തിന് തന്നെ സുരക്ഷയാണത്. അപ്പോൾ അങ്ങനെയുള്ള വളരെ സുരക്ഷിതമായിട്ട് അത് വെച്ചേക്കുന്നതും തൽക്കാലം വേണ്ട ഇവിടെ പുറത്ത് വെച്ച് ഇറക്കിപ്പൂജയുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ മാറ്റും ഇവിടുന്ന്, അതിൻ്റേതായ റൂമുണ്ട്, അങ്ങോട്ട് മാറ്റും. അപ്പോൾ അതുകൊണ്ട് അത് എല്ലാ ദേവതകളെയും ഇതിനകത്ത് പൂജിക്കാം. എല്ലാ ദേവതകളെയും പൂജിക്കാം. അതാണ് മേരു അതിൻ്റെ ശ്രീചക്രത്തിൻ്റെ സാധാരണ വരച്ചിടുന്നതല്ല, ഇത് യഥാർത്ഥ മേരുചക്രം തന്നെയാണ്. ഹിമാലയത്തിൽ ഗംഗാജലത്തിലൊക്കെ നിമജ്ജനം ചെയ്തിട്ടാണ് കിട്ടിയതിന് ഒരുപാട് കോഴ്സ് കഴിഞ്ഞാണ് അദ്ദേഹം ഇവിടെ വെച്ചേക്കുന്നത് ഈ സംഭവം. അപ്പോൾ ഇവിടെ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു ഇത് ഇങ്ങനെ വെച്ചിട്ട് പോയത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ പൂജ 9 ദിവസം നടക്കും. ആ പൂജ കൃത്യമായിട്ട് തന്നെ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ആൾക്കാർ കൂടി വന്നിട്ടോ അല്ലെങ്കിൽ ആൾക്കാരുടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത് ചെയ്യുമ്പോൾ നമുക്കൊന്നും വേറെ ഇല്ല. സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു എന്നാണ്. എല്ലാവർക്കും നന്മ വരണം, എല്ലായിടത്തും നന്മ വരണം, ഭൂമിയിലല്ല എല്ലാ ദേവതകളിലും ശാന്തരാകണം. അപ്പോൾ എനിക്കതിൻ്റെ ഉപദേശം തന്നിട്ടുണ്ട്. പിന്നെ മകനുണ്ട്, അവനും അതിൻ്റെ ശ്രീവിദ്യ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളിതിപ്പം 9 ദിവസത്തേക്ക് ഹോമങ്ങളുണ്ട്, നിവേദ്യങ്ങളുണ്ട്, അഭിഷേകങ്ങളുണ്ട്. പിന്നെ ദേവിക്കെല്ലാം ഇത് സുഗന്ധങ്ങൾ വരെ വെക്കണം. പനിനീര് കൊണ്ട് അഭിഷേകം, പാല് കൊണ്ട് അഭിഷേകം, പിന്നെ അത് സുഗന്ധദ്രവ്യമൊക്കെ വെക്കണം ദേവിക്ക്. പട്ട്, സുഗന്ധദ്രവ്യം ഓരോ ദിവസം ഓരോന്നാണ് എല്ലാം വയ്ക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രധാനം എന്ന് പറഞ്ഞാൽ ഈ ഒരു മേരുചക്രത്തിൻ്റെ ബലം എന്ന് പറയുന്ന 1000 ക്ഷേത്രങ്ങൾ പണിയുന്നതിൻ്റെ ബലമാണ്. അതുമല്ല, അത് ബ്രഹ്മചാരികളായിട്ടിരുന്ന് പൂജിക്കണം. ഇപ്പം 85 തൊട്ട് ഞാനിത് പൂജിക്കുന്നുണ്ട്. കൃത്യമായ ഒരു ബ്രഹ്മചര്യ മനസ്സ് വേണം അവിടെ നമുക്ക്. അത്രയ്ക്ക് ശക്തമാണിത്. കാര്യം 700 വർഷം ഭൂമിയിൽ ജീവിച്ചിരുന്ന അദ്ദേഹം തന്നെ ശ്രീചക്രമാണ്. അദ്ദേഹത്തിൻ്റെ യോഗ ശരീരം തന്നെ ശ്രീചക്രമാണ്. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വലിയ വിപുലമായ വിഷയമാണ്. അപ്പോൾ ഇപ്പം നമുക്കിതിവിടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് ഒക്കെ കൊണ്ട് കുട്ടികൾ വരുന്നുണ്ട്. തേനൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ അല്ലെങ്കിൽ തന്നെ നമ്മളവർക്ക് ആ തേൻ ജപിച്ച് കൊടുക്കും. പിന്നെ ഈ പലർക്കും ബുദ്ധിക്ക് കുഴപ്പമാണ്. ഇതിൻ്റെ മുന്നിൽ വെച്ചിട്ട് സാരസ്വത അരിഷ്ടം, സാരസ്വതം കോട്ടയ്ക്കിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. അതാണ് നമ്മുടെ ശരീരം ക്ഷീണിക്കുന്നതിൻ്റെ കാര്യം. ഇത് മേരി കണ്ടില്ലേ, ഇതിൻ്റെ ബിന്ദുവിലാണ് അതിൻ്റെ പവർ. മോളിൽ നിന്ന് ഇങ്ങനെ പിടിച്ചെടുക്കുകയാണ് എനർജി. അതായത് ആസ്ട്രൽ ലൈഫ് വേൾഡിൽ എല്ലാത്തിൻ്റെ ഉപരി ഈ മേരി ഭൂഖണ്ഡങ്ങളുടെ എല്ലാം ബ്രഹ്മാണ്ടത്തിൻ്റെ ഉപരി നിൽക്കുന്ന ആ ഒരു പവറിന്, ശുദ്ധബോധത്തെ ഇതിങ്ങോട്ട് കൊണ്ടുവരും, എനർജി. അതാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ അവിടെ അതിൻ്റെ മുമ്പിൽ നമ്മൾ വെറുതെ നിന്നാലും മതി. അതിൻ്റെ മുമ്പിൽ വെച്ചിട്ട് കുട്ടികൾക്കല്ലേ, വിദ്യാഭ്യാസമാണല്ലോ ഏറ്റവും വലുത്. പിന്നെ അന്ധബുദ്ധികളാവുകയാണ്, എപ്പോഴും ഇങ്ങനെ പറയുന്നത് ഓർമ്മ കിട്ടുന്നില്ലെന്നാണ്. അപ്പോൾ ഈ 9 ദിവസം ഇവിടെ പൂജിക്കാൻ തന്നിട്ടുണ്ട്. സാരസ്വതരിഷ്ടം, തേന്, ശുദ്ധമായ തേന് ഏറ്റവും വലിയ ശക്തിയുള്ള സാധനം. അതൊക്കെ ഇവിടെ വെച്ചിട്ട് ഇതിവിടെ വെറുതെ വെച്ചിട്ട് എടുത്ത് തന്നാലും ഗുണമാണ്. അപ്പോൾ ധാരാളം ആളുകൾ തന്നിട്ടുണ്ട്. പിന്നെ ഗായത്രി ഹോമം, നവരാത്രി, നവധാന്യ ഹോമം, ഇതൊക്കെ ചണ്ഡിക ഹോമം, ഇതെല്ലാം ഗുരുവിൽ നിന്ന് ഉപദേശം കിട്ടിയതാണ്. ഞാനിത് ഒരു വ്യവസായവൽക്കരിച്ചിട്ടില്ല. എല്ലാവരും എന്നോട് ചോദിക്കുന്നു, അങ്ങ് പഠിപ്പിച്ചൂടെ ഇതൊക്കെ എന്ന്. എന്നോടത് പറഞ്ഞിട്ടില്ല. ശിഷ്യബന്ധം ഉള്ളവർക്കേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്. അപ്പോൾ ആ ലളിതാ സഹസ്രനാമമാണ് ഞാൻ ഈ 9 ദിവസത്തെ പൂജ കഴിയുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആര് വന്നാലും ശിഷ്യബന്ധം വേണം, അല്ലെങ്കിൽ ഇത് വെറുതെ മാർക്കറ്റിംഗ് അല്ല. ഞങ്ങൾക്കാർക്കും അത് ചെയ്യാൻ പറ്റത്തില്ല. യഥാർത്ഥ ഭക്തർക്കും യഥാർത്ഥ സന്യാസിക്കും അല്ലെങ്കിൽ യഥാർത്ഥ ഗുരുവരം വരെ നിൽക്കുന്നത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് പേർക്ക് കൊടുക്കുന്നുണ്ട്. ലളിതാ സഹസ്രനാമം അത് തന്നെയാണ്. മേരുചക്രവും ഗുരുവും ലളിതാ സഹസ്രനാമവും ജീവാത്മാവും എല്ലാം ഒന്ന് തന്നെയാണ്. ആ ഒന്ന് തന്നെയാണെന്നുള്ള ബോധം എനിക്ക് നേരത്തെ തന്നെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ മന്ത്രം ആണ് ഉപദേശിച്ച മന്ത്രം വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ പൂജകളൊക്കെ ചെയ്യുന്നത്. പിന്നെ ശ്രീവിദ്യ, ഷോഡശിയും പഞ്ചദശിയും ഉപയോഗിക്കുന്നുണ്ട്. ക്ഷേത്രപൂജയ്ക്കാണെങ്കിൽ ഒരു ഭദ്രകാളി അല്ലെങ്കിൽ ഒരു ദേവത. ഇവിടെ അതല്ല, ഏത് ദുർഗയെ വേണമെങ്കിലും 9 ദേവതയും
ഇതിനകത്ത് നവരാത്രിയുടെ എല്ലാ ദേവതകൾക്കും ഇവിടെ പൂജ കൊടുക്കുന്നുണ്ട്. വെറുതെ ഒരു ചന്ദനത്തിരി കത്തിച്ചാൽ തന്നെ അതിൻ്റെ ഫലമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ധാന്യങ്ങൾ ഭൂമിയിലേറെ ഉണ്ടാവാൻ, കൃഷി വർദ്ധിക്കാനാണ്, ധാന്യ സമ്പത്ത്, രത്നങ്ങൾ വർദ്ധിക്കാൻ, ഭൂമിയിൽ പെട്രോള്, നെല്ല്, തേങ്ങ, സന്താനങ്ങൾ, ഈശ്വരവിശ്വാസികളുടെ വംശവർദ്ധനവിനും കൂടി ഇത് വേണം. നമുക്ക് വംശം വേണ്ട, എല്ലാം ഉണ്ടെങ്കിലും വംശം നിലനിന്നില്ലെങ്കിൽ അനുഭവിക്കാൻ ആൾ വേണ്ടേ. അപ്പം അനുഭവിക്കാനുള്ള ആളും അനുഭവിക്കാനുള്ള വസ്തുതകളും ഈ ശ്രീചക്ര പൂജയാണ്. സർവ പാപകരമാണ്. ആ അമ്മയെ ദിവസം ഇവിടെ പൂജിക്കുന്നുണ്ട്. ദേവി മാഹാത്മ്യം, ദേവി ഭാഗവതം ഉണ്ട്, ഗായത്രി ഹോമം ഉണ്ട്, എല്ലാം ഉണ്ട്. തൽക്കാലം ഞാൻ ഇന്നത്തേക്ക് നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ തരും. എല്ലാവരും എന്നോട് വിളിച്ച് ചോദിച്ചു, മേരി ചക്ര ഇറക്കി എഴുന്നള്ളിക്കാറുണ്ടല്ലോ, ഇത്തവണ ഉണ്ടോണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇനിയുള്ള ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ കുറച്ചുകൂടെ എന്താ പറയുന്നത്, ഡീപ്പായിട്ട് ഇതിൻ്റെ ഗുണഗണങ്ങൾ പറയാം. ആയുരാരോഗ്യ വർധനമാണ്. അതായത് ഏത് രോഗവും മാറും ഈ ശ്രീചക്രത്തിൻ്റെ ദർശനം പോയി. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ അകത്തേക്ക് ദർശനം കൊടുക്കുന്നില്ല, എല്ലാവരും പുറത്ത് വന്നിട്ടാണ് പോകുന്നത്. കാരണം ശ്രീചക്രം ഇറക്കി എഴുന്നള്ളിച്ചുകൊണ്ട് ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ ചൈതന്യമാണ്, ക്ഷേത്ര ചൈതന്യം വന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം മാത്രമേ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നുള്ളൂ. പക്ഷേ ലളിതാ സഹസ്രം മഹാനവമിയുടെ അന്ന് ഇതിൻ്റെ ഒരു കണക്ഷനായിട്ടാണ് പുറത്ത് വെച്ച് ലളിതാ സഹസ്രാമയാഗം സ്ത്രീകൾ വന്ന് ചെയ്യുന്നുണ്ട്. ലളിതാ സഹസ്രാമ ഗ്രന്ഥം ദീക്ഷ രൂപത്തിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും, നമ്മുടെ ക്ഷീണിതരും ദുഃഖിതരും, കാരണം എനർജി പോയിക്കൊണ്ട് എല്ലാവരുടെയും എനർജി നശിച്ചു. ഓരോരോ ഭൗതിക വ്യാപാരങ്ങളിലും അത്യാഗ്രഹങ്ങളിലും ഇടപെട്ടിട്ട് ആന്തരിക ശക്തി നശിച്ചിരിക്കുന്ന ഈ സമാജം, ഇപ്പം ഞാനിവിടുന്ന് ഇരുന്ന് ചെയ്യുന്നത് ഒരു സാധ്യതയില്ലാതാണ്. എന്നെ ഗുരുവായിട്ട് അംഗീകരിച്ചില്ലെങ്കിലും എല്ലാവർക്കും വേണ്ടിയിട്ട്, മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള ജീവജാലങ്ങൾക്ക് മുഴുവനും നിലനിൽപ്പ് വേണം. നമുക്ക് കാക്കയും ഈച്ചയും പൂച്ചയും ചിത്രശലഭവും ഒക്കെ ഉണ്ടെങ്കിലേ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ സർവ്വചരാചര ജനനിയായ മഹാമേരുവിൽ എന്നെ വെച്ച് പൂജിക്കുകയാണ്. അതിന് തീർച്ചയായിട്ടും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം. ഓം ശ്രീ മഹാദേവിയെ നമ. ഓം ശ്രീ മഹാദേവിയെ നമ. ഓം ശ്രീ മഹാദേവി പ്രസീദ പ്രസീദ.